സുഹൃത്തുക്കളെ തുമ്പുര അയ്യപ്പൻകാവ് കാവടി മഹോത്സവത്തിന് ഉണ്ടെന്ന് പോണത് 11 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തറാമിക്കുമ്പോൾ ഓരോ സെറ്റ് കാവടികൾക്ക് അമ്പലം ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാ. അമ്പലം ഒക്കെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പതുക്കെ കരകാട്ടത്തിനോടേക്ക് നടന്നിട്ടാ. അങ്ങനെ കുറച്ചേരം കരകാട്ടം കണ്ട് നേരെ അമ്പലത്തിരിക്കണം നടന്ന്. അപ്പത്തിനും ആനപ്പൂരം കഴിഞ്ഞ ആനകളൊക്കെ പോയി ഓരോ സെറ്റ് കാവടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുട്ടാ. ഏതൊക്കെ ഉത്സവങ്ങളുണ്ടായാലും പെരുന്നാളൊക്കെ ഉണ്ടായാലും എനിക്ക് തകിൽ എന്ന് പറഞ്ഞ ഫേവറേറ്റ് ഉണ്ടാവും. ഞാൻ ആ ഭാഗത്തുണ്ടാവും തകിലിൻ്റെ. കാരണം നമുക്ക് തകിലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുന്ന ലാഘവത്തോടെ നമുക്കത് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റും കേട്ടോ. മറ്റുള്ളത് അങ്ങനെ ഇല്ല എന്നല്ല, എനിക്കത് കൂടുതൽ ഇഷ്ടം തകിലിനോടാണ്. അതുകൊണ്ട് ഞാൻ തകിലിൻ്റെ അടുത്താണ് കൂടുതൽ നിൽക്കാറ് കേട്ടോ. ഈ കാവടികളൊക്കെ ആ താളത്തിനനുസരിച്ച് ഇങ്ങനെ ആടണ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ അങ്ങനെ നോക്കി നിന്ന് പോകും. രാത്രിയൊക്കെ ആകുമ്പോൾ ഇത് മക്ക ലൈറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല രസമായിരിക്കും രാത്രിയും കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ കാവടികളൊക്കെ ഓരോന്ന് അമ്പലത്തിൽ കയറി തുടങ്ങിയിട്ടാ. അമ്പലത്തിന് ചുറ്റും ആൾക്കാർ കൂടുതലുണ്ട്. കാരണം ഇവിടെ ഡ്രസ് വർക്ക് ആയതുകൊണ്ട് വെയിൽ കുറവാണ്. ഗ്രൗണ്ടിൽ നടക്കുന്ന കാവടിയുടെ അങ്ങനെ ആൾക്കാർ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് നിൽക്കുന്നത്, തണൽ നോക്കി നിൽക്കുന്നത്. കാരണം ഗ്രൗണ്ടിൽ നല്ല വെയിലാണ്. പക്ഷെ വെയിലിനെ അവഗണിച്ചും കുറച്ച് പേര് കാവടി ചുറ്റും കാണാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം പേരും തണലിൽ നോക്കിയിട്ട് കുറച്ച് നീങ്ങി നിൽക്കുന്നത്. ശിങ്കാരി ആൾക്കാർ വരുമ്പോൾ വെറൈറ്റി സ്റ്റെപ്പ് ആയിട്ടുണ്ടാവും അവർ. ഓരോ തവണ വരുമ്പോൾ വേറെ സ്റ്റെപ്പുകളായിട്ടുണ്ടാവും അവർ വരാം. അതൊന്ന് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഈ ഗൊറില്ലയും മൊയിലും കരടിയൊക്കെ നല്ല രസമുണ്ട് കാണാം. നമ്മുടെ ഗ്രാമഫോൺ സിനിമയിൽ ദിലീപ് ഇതേപോലെ വേഷം ഇട്ടിട്ട് ചെയ്യുന്നില്ലേ, എനിക്ക് അതൊന്നും പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. കാരണം കുട്ടികളൊക്കെ നന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളെടുത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കേണ്ടി വരും, എന്നിട്ട് കുട്ടികളെ തലോടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. കുട്ടികളെ അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്.
അങ്ങനെ ഓരോ പരിപാടിയിൽ കണ്ട് അങ്ങനെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ വീട്ടിൽ പോയിട്ടാ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.